പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പെൺവാണിഭത്തിനായി ഉപയോഗിച്ചത് പെൺകുട്ടികളുടെ നഗ്നചിത്രങ്ങൾ പകർത്തി ബ്ലാക്ക്മെയിൽ നടത്തിയാണെന്ന് ഓൺലൈൻ പെൺവാണിഭ കേസിൽ അറസ്റ്റിലായ രാഹുലും രശ്മിയും അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തി. ഓൺലൈൻ പെൺവാണിഭത്തിലെ കസ്റ്റമേഴ്സിൽ നല്ലൊരു ഭാഗവും ഗൾഫ് മലയാളികളാണെന്നും അറസ്റ്റിലായവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഓൺലൈൻ പെൺവാണിഭ കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. ചുംബന സമരത്തിന്റെ വക്താക്കളായ രാഹുൽ പശുപാലനും ഭാര്യ രശ്മിയും ചുംബന സമരം മറയാക്കിയതുപോലെ തന്നെ ഒട്ടേറെ തന്ത്രങ്ങൾ ഓൺലൈൻ പെൺവാണിഭത്തിനായി ഉപയോഗിച്ചിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. കോട്ടയം സ്വദേശി ലിനീഷ് മാത്യുവും രാഹുലും ചേർന്ന് പ്രായപൂർത്തിയാകാത്ത നിരവധി പെൺകുട്ടികളെ ഓൺലൈൻ വഴിയും ഫേസ്ബുക്കിലൂടെയും പെൺവാണിഭത്തിനായി എത്തിച്ചിരുന്നു. ഇതിൽ ബഹുഭൂരിപക്ഷവും +1, +2 വിദ്യാർത്ഥിനികളാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വീടുകളിലും ഫ്ളാറ്റുകളിലും എത്തിക്കാൻ കരുക്കൾ നീക്കിയത് രശ്മിയായിരുന്നു. ഇത്തരത്തിലെത്തിയ പെൺകുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്താനും രശ്മി മറന്നില്ല. പിന്നീട് ഈ ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയും ബ്ലാക്ക്മെയിൽ ചെയ്തും പെൺകുട്ടികളെ പലയിടങ്ങളിലും കസ്റ്റമേഴ്സിനായി കൊണ്ടുപോയിരുന്നു. ഇവിടെയും രശ്മി പെൺകുട്ടികളുടെ കിടപ്പറ ദൃശ്യങ്ങൾ പകർത്തി. ഇക്കാര്യങ്ങൾ രശ്മിയും രാഹുലും പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച ലാപ്ടോപ്പിലും മൊബൈൽ ഫോണുകളിലും ഇതിന്റെ ദൃശ്യങ്ങളുമുണ്ട്. രശ്മിയും രാഹുലും പെൺവാണിഭ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ 6 വയസ്സുള്ള മകനെയും ഒപ്പം കൂട്ടിയത് ബിസിനസ്സിലെ സംശയം ഒഴിവാക്കാനായിരുന്നുവെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരം സ്വദേശിനികളായ മോഡൽ വന്ദന, മുബീന എന്നിവരെ പിടികൂടിയാൽ മാത്രമേ ക്രൈംബ്രാഞ്ചിന് നിർണായകമായ ചില തെളിവുകൾ കൂടി ലഭിക്കുകയുള്ളൂ എന്നും IG ശ്രീജിത്ത് പറയുന്നു. തിരുവനന്തപുരം ജയിലുകളിൽ കഴിയുന്ന അറസ്റ്റിലായ 12 പ്രതികളെയും കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. അതേസമയം പെൺവാണിഭത്തിലെ വമ്പൻ കണ്ണികളെയും ഉടൻ പിടികൂടുമെന്നും IG ശ്രീജിത്ത് വ്യക്തമാക്കുന്നു.